ഹലോ, വെൽക്കം ടു ഷൈവിൻ സൊല്യൂഷൻ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ലിഗാൻഡ് ഫീൽഡ് തിയറിയാണ്. കോർഡിനേഷൻ കെമിസ്ട്രി ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 6ാമത്തെ വീഡിയോ ആണ്. നേരത്തെ വീഡിയോസ് കാണാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ കാണാം. ലിഗാൻഡ് ഫീൽഡ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും വാലൻസ് ബോണ്ട് തിയറിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് 3ാമത്തെ തിയറിയാണ്. കോർഡിനേഷൻ ബോണ്ടിങ്ങിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3ാമത്തെ തിയറിയാണ്. അതായത് ഈ തിയറി എന്ന് പറയുന്നത് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ കോർഡിനേഷൻ വേർഷനാണ്. ശരിക്കും പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പോലെ തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പൂർണ്ണമായിട്ടും അയണിക് നേച്ചർ ഓഫ് ബോണ്ടിങ്ങിനെ പറ്റിയാണ് സംസാരിച്ചത്. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസിൽ നിന്നാണ് ലിഗാൻഡ് ഫീൽഡ് തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് സയൻറ്റിസ്റ്റുകൾ എത്തിയത്. നമുക്ക് ആദ്യം എന്തായിരുന്നു ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ലിമിറ്റേഷൻ നോക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ESR സ്പെക്ട്ര, ഫ്ലൂറിൻ NMR സ്പെക്ട്ര, NQR സ്പെക്ട്ര, ഈ സ്പെക്ട്രാസ് ഒക്കെ കോമ്പൗണ്ടിനെ പറ്റി പഠിക്കുന്നതിൽ നിന്ന് ഇത്രയും സ്പെക്ട്രോസ്കോപ്പിക് ഡാറ്റാസൊക്കെ വെച്ചിട്ട് മോളിക്യൂൾസിനെ പറ്റി പഠിച്ചപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായത് ഈ മോളിക്യൂൾസിൽ അയണിക് ബോണ്ട് മാത്രമല്ല. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പ്യുവർലി അയണിക് ബോണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ബോണ്ടിങ്ങിനെ കണ്ടത്, കോർഡിനേഷൻ ബോണ്ടിങ്ങിനെ കണ്ടത്. പക്ഷേ അങ്ങനെ മാത്രമല്ല, ഈ സിറ്റുവേഷനിലൊക്കെ ഈ മോളിക്യൂൾസിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടി സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി. അപ്പം പ്യുവർലി അയണിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് വെച്ച് മാത്രം നമുക്ക് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ലിഗാൻഡ് ഫീൽഡ് തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ ലിഗാൻഡ് ഫീൽഡ് തിയറി എന്ന് പറഞ്ഞാൽ കോവാലൻ്റ് ക്യാരക്ടർ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റൽ അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞാൽ ലിഗാൻഡ് ഫീൽഡ് തിയറി. ഇപ്പോൾ നമുക്ക് ലിഗാൻഡ് ഫീൽഡ് തിയറിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ലിഗാൻഡ് ഫീൽഡ് തിയറി പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ എന്താ പറയുക, നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് വളരെ എളുപ്പത്തിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറഞ്ഞ പോലെ, വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ലിഗാൻഡ് ഫീൽഡ് തിയറി പറയുന്നത്, നമ്മൾ ആദ്യം പറയുന്നത് സിഗ്മ ബോണ്ടിനെ പറ്റിയാണ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലുള്ള സിഗ്മ ബോണ്ടിനെ പറ്റിയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക. നമ്മൾ അപ്പോൾ നമുക്കൊരു മെറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ ഓർബിറ്റിലും ലിഗാൻഡിൻ്റെ ഓർബിറ്റിലും കൂടി സിഗ്മ ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ സിഗ്മ ബോണ്ട് ഉണ്ടാക്കണം, അല്ലേ? ഇങ്ങനെ ഓവർലാപ്പ് നടക്കണം. അപ്പോൾ നമ്മൾ ഈ മെറ്റൽ ലിഗാൻഡ് ഈ ബോണ്ടിനെ നമ്മൾ ഇൻ്റർ ന്യൂക്ലിയർ ആക്സിസിനെ നമ്മൾ Z ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതേ അല്ലെങ്കിൽ ഇതിനെ നമ്മളൊരു ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആക്സിസിലൂടെയുള്ള ഓർബിറ്റൽസിന് മാത്രമേ സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ സിഗ്മ ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ ആ ഓർബിറ്റൽ ആക്സിസിലൂടെ ആയിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഓർബിറ്റൽസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം S ഓർബിറ്റലിൻ്റെ സിമെട്രി A1G എന്നാണ്. PX PY PZ സിമെട്രി എന്ന് പറയുന്നത് T1U ആണ്. DXY DYZ DXZ T2Gയും DX2Y2 DZ2 EGയും ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഓർബിറ്റൽസ് ഇതെന്താണ്, അലോങ് ദി ആക്സിസ് ആണ്. ഓക്കെ, അലോങ് ദി ആക്സിസ് ആണ്. ഇത് അലോങ് ദി ആക്സിസ് ആണ്, ഇതും അലോങ് ദി ആക്സിസ് ആണ്. ഓക്കെ, പക്ഷേ ഇതെന്താണ്, ഇത് മൂന്നും എന്താണ്, DXY DYZ DXZ എന്നാണ്, ഇൻ ബിറ്റ്വീൻ ആണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആക്സിസ് ആണ്. അതായത് T2G സിമെട്രി ഉള്ള ഈ സിസ്റ്റം എന്താണ്, ഇൻ ബിറ്റ്വീൻ ആക്സിസ് ആണ്. അതുകൊണ്ട് ഈ മൂന്ന് ഓർബിറ്റൽസിന് എന്ത് ഉണ്ടാക്കാൻ പറ്റില്ല, സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാന കൺസെപ്റ്റ്. അപ്പോൾ ഇതിന് മൂന്നിനും എന്താക്കാൻ പറ്റും, ഇത് മെറ്റലിൻ്റെ ഓർബിറ്റൽസ് ആണ് നമ്മൾ പറയുന്നത്. ലിഗാൻഡ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ മെറ്റലിൻ്റെ ഓർബിറ്റൽസിൽ മെറ്റലിൻ്റെ S ഓർബിറ്റലിന് സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, P ഓർബിറ്റൽ ഉണ്ടാക്കാൻ പറ്റും, DX2 Y2 DZ2 സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ DXY DYZ DXZ ഓർബിറ്റലുകൾക്ക് സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് TiH2O6 × 3+ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രമാണിത്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ഇതിൽ D ഓർബിറ്റലിന് 5 ഓർബിറ്റൽസ് ഉണ്ടാവും. ഇത്
ഇപ്പോൾ ഈ 4p ഓർബിറ്റിൽ T1u നമ്മളിപ്പോൾ കണ്ട T1u ആണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇത് 4p ഓർബിറ്റിലാണ്, ഇതിൻ്റെ സിമെട്രി വന്നിരിക്കുന്നത് T1u ആണ്. ഇത് S ഓർബിറ്റിലാണ്, A1g ആണ്. ഇത് D ഓർബിറ്റിലാണ്. D ഓർബിറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും, T2g ഉണ്ടാവും, EG ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ T2gക്ക് എന്താ പറഞ്ഞത്? T2g എന്ന് പറഞ്ഞാൽ ഏതെല്ലാണ്? നമ്മൾ പറഞ്ഞ ഏതെല്ലാണ്? DXY, DYZ, DXZ ആണ്. ഓക്കെ, XZ ആണ്. ഈ 3 ഓർബിറ്റൽസിന് എന്തുണ്ടാക്കാൻ പറ്റില്ല? സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന് നേരെ വന്നത്. കണ്ടോ, ഇതെന്താണ്? നോൺ ബോണ്ടിങ് ആണ്. നോൺ ബോണ്ടിങ് ആണ്. ഓക്കെ, അപ്പം നോൺ ബോണ്ടിങ് ആണ്. ഈ ആറ്റോമിക് ഓർബിറ്റലിൻ്റെ അതേ എനർജിയിൽ വരെ നോൺ ബോണ്ടിങ് ആണ്. ഇപ്പോൾ താഴെ എനർജി കുറഞ്ഞത് എന്തായിരിക്കും? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ. എനർജി കൂടിയത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലായിട്ടില്ല നമ്മൾ പറയാം. അപ്പോൾ അതേ എനർജി വരുന്നത് എന്തായിരിക്കും? നോൺ ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ഇത് T2g എന്താണ്? നോൺ ബോണ്ടിങ് ആണ്. കാരണം മനസ്സിലായല്ലോ, അതെന്താണ്? ഇൻ ബിറ്റ്വീൻ ആക്സസ് വരുന്നതുകൊണ്ടാണ്. ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലിഗാൻഡിൻ്റെ ഓർബിറ്റിലാണ്, ഇത് മെറ്റലിൻ്റെ ഓർബിറ്റിലാണ്. ഇത് ലിഗാൻഡാണ്, ഇത് മെറ്റലാണ്. ഇത് എന്താണ്? നമ്മുടെ കോർഡിനേഷൻ TiH2O6 × 3+ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒന്ന് വരുന്നത് ഇത് A1g ആണ്. ഏറ്റവും താഴെയുള്ളത് A1g ആണ്. രണ്ടാമത്തെ എന്താണ്? ഇത് EG ആണ്. ഇതെന്താണ്? T1u ആണ്. ഓക്കെ, ഇതാണ് വരുന്നത്. ഇത് T2g, ഇത് EG. ഇതെന്താ വരിക? A1g സ്റ്റാർ, A1g സ്റ്റാർ വരും. ഇതെന്താ വരിക? ഇത് T1u സ്റ്റാർ വരും. T1u സ്റ്റാർ വരും. ഇതാണ് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് TiH2O6 × 3+. അപ്പോൾ ഇതിൽ ഇലക്ട്രോൺസ് ഇവിടെ ഇട്ടത് കണ്ടില്ലേ നിങ്ങൾ? ഈ ഇലക്ട്രോൺസ് എങ്ങനെ ഇടുക എന്ന് വെച്ചാൽ, നമുക്ക് എന്താണ്? 6 ലിഗാൻഡ് ഉണ്ട്. അപ്പോൾ ഒരു വാട്ടർ മോളിക്കൂൾ എന്താണ്? 2 ഇലക്ട്രോൺ ആണ് കൊടുക്കുക. അപ്പോൾ 6 ലിഗാൻഡ് എത്ര? 6 വാട്ടർ മോളിക്കൂൾ കൂടി 12 ഇലക്ട്രോൺ കൊടുക്കും. ഓക്കെ, 12 ഇലക്ട്രോൺ കൊടുക്കും. ടൈറ്റാനിയം ഇവിടെ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ടൈറ്റാനിയത്തിൻ്റെ എന്താണ്? സ്കാൻഡിയം ടൈറ്റാനിയം D2 ആണ് വരിക. S0 S2 D2 ആണ് നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് 3+ ആകുമ്പോൾ എന്താ വരിക? S0 D1. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ 1 ഇലക്ട്രോൺ ഉണ്ടാവും, 12 ഇലക്ട്രോൺ ലിഗാൻഡ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ടോട്ടൽ 13 ഇലക്ട്രോൺ. അതാണ് 1 2 3 4 5 6 7 8 9 10 11 12 ഇവിടെ 13 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഇതാണ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. ഈ T2g EG എനർജി ഡിഫറൻസ്, ഈ എനർജി ഡിഫറൻസിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡെൽറ്റ O എന്ന് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പഠിച്ച അതേ സാധനം തന്നെയാണ് ഇവിടെയും. ഇത് നമ്മൾ അവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പഠിച്ച അതേ ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് സ്ട്രോങ് ലിഗാൻഡ് ആണ് വരുന്നത് എങ്കിൽ എന്തായിരിക്കും? ഈ ഡെൽറ്റ വാല്യൂ കൂടുതലായിരിക്കും, എനർജി ഗ്യാപ്പ് കൂടുതലായിരിക്കും. വീക്ക് ലിഗാൻഡ്സ് ആണെങ്കിൽ എനർജി ഗ്യാപ്പ് കുറവായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ സ്ട്രോങ് കോംപ്ലക്സുകളും വീക്ക് കോംപ്ലക്സുകളും നമ്മൾ, അതായത് ഹൈ സ്പിൻ കോംപ്ലക്സുകളും ലോ സ്പിൻ കോംപ്ലക്സുകളും നമ്മൾ ഇവിടെയും പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഹൈ സ്പിൻ കോംപ്ലക്സ് എടുത്തൊന്ന് ചെയ്ത് നോക്കാം. ഇത് COF6 3- എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൊബാൾട്ട് എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ S0 D6 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 12 ഇലക്ട്രോൺസ് ലിഗാൻഡും 6 എണ്ണം ഈ മെറ്റലിൻ്റെ ഉണ്ടാവും. ടോട്ടൽ 18 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എങ്ങനെ വരിക? ഇപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 12 ഇവിടെ മെറ്റലിൻ്റെ കയ്യിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 6 എണ്ണം നമ്മൾ, ഓക്കെ, 6 ഇലക്ട്രോൺസ്. അപ്പോൾ 6 എണ്ണം ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആയതുകൊണ്ട് ഇവിടെ പെയറിങ് നടക്കില്ല. അപ്പോൾ 1 2 3 4 5 എങ്ങനെയാണ് 6 എണ്ണം ഉള്ളത്. ഓക്കെ, നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ഇട്ട പോലെ തന്നെ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഹൈ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിൽ. ലോ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഇലക്ട്രോൺസ് വരും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് നമ്മൾ ഇങ്ങനെയാണ് ഉള്ളത്. ടോട്ടൽ 18 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത്രയും 2 4 6 8 10 12 14 16 17 18. ഓക്കെ, ഇങ്ങനെ 18 ഇലക്ട്രോൺസ് വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോമോ വരിക. ഇതാണ് ഇതിൻ്റെ EG ഓർബിറ്റിലാണ് ഇതിൻ്റെ ഹോമോ വരിക. റെഡിയാണല്ലോ? ഇനി നമുക്കൊരു ലോ സ്പിൻ കോംപ്ലക്സ് എടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ലോ സ്പിൻ കോംപ്ലക്സിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് CONH3 6 × 3+ ആണ്. ഇതും കൊബാൾട്ട് 3+ തന്നെയാണ്. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. S0 D6 തന്നെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇപ്പോൾ 12 ഇലക്ട്രോൺസ് ലിഗാൻഡിൻ്റെതും 6 എണ്ണം മെറ്റലും ഉണ്ടാവും. ഓക്കെ,
ഇവിടെ എന്താണ് വരിക? 1, 2, 3 കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പെയറിങ് നടക്കും. 6 ഇലക്ട്രോൺസ് ഇവിടെയാണ് വരിക. കാരണം ലോ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിൽ ഇവിടെ തന്നെ വരും. ഈ എനർജി ഗ്യാപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് ലോ സ്പിൻ കോംപ്ലക്സിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് ഈ ലോ സ്പിൻ കോംപ്ലക്സിൻ്റെയും ഹൈ സ്പിൻ കോംപ്ലക്സിൻ്റെയും ലിഗാൻഡ് ഫീൽഡ് തിയറിയിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അടുത്ത നമുക്ക് സംസാരിക്കാനുള്ളത് പൈ ബോണ്ടിങ് ഇൻ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സസ് ആണ്. അപ്പോൾ നിങ്ങൾ നെറ്റ്, ഗേറ്റ് അല്ലെങ്കിൽ ജാം, CUT പോലുള്ള എക്സാമുകൾക്കൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് അപ്രോച്ച് ചെയ്യേണ്ട മേഖലയാണ്. അപ്പം എന്താണ് പൈ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അത് നോക്കാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് മെറ്റലും ലിഗാൻഡും തമ്മിൽ സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ സിഗ്മ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലിഗാൻഡ് ആയിരിക്കും മെറ്റലിന് ഇലക്ട്രോൺസ് കൊടുക്കുക. സിഗ്മ ഡോണർ ആയിരിക്കും. എല്ലാ ലിഗാൻഡ്സും സിഗ്മ ഡോണർ ആയിരിക്കും. മെറ്റൽ എന്താണ്? ഓർബിറ്റൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇലക്ട്രോൺസ് കൊടുക്കുക ലിഗാൻഡ് ആയിരിക്കും. അപ്പം ലിഗാൻഡിന് മുകളിൽ നിന്ന് മെറ്റലിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. എന്നാൽ പൈ ബോണ്ടിങ് നടക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും പൈ ബോണ്ടിങ് ഉണ്ടാക്കുക. ഈ പൈ ബോണ്ട് ഇതിങ്ങനെ ഇത് 2 ഓർബിറ്റലുകളും ഇത് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ പൈ ബോണ്ടിങ് ഉണ്ടാക്കുന്ന സമയത്ത് 2 രീതിയിൽ പൈ ബോണ്ട് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ലിഗാൻഡിൻ്റെ കയ്യിൽ നിന്ന് മെറ്റലിൻ്റെ മുകളിലേക്ക് ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ഈ രീതിയിൽ എന്ത് ചെയ്യാം? പൈ ബോണ്ട് ഉണ്ടാവും. ലിഗാൻഡിൻ്റെ ഓർബിറ്റിൽ നിന്ന് മെറ്റലിൻ്റെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ട് പൈ ബോണ്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? ലിഗാൻഡ് നമ്മൾ പൈ ഡോണർ എന്ന് വിളിക്കും. അങ്ങനെ പൈ ബോണ്ട് ഉണ്ടാക്കാം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ മെറ്റലിൻ്റെ ഓർബിറ്റിൽ നിന്ന് ലിഗാൻഡ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ലിഗാൻഡ് പൈ ആക്സെപ്റ്റർ ആയിരിക്കും. അങ്ങനെ 2 രീതിയിലും ലിഗാൻഡ് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മെറ്റലിൻ്റെ മുകളിൽ നിന്ന് ലിഗാൻഡ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ടും പൈ ബോണ്ട് ഉണ്ടാക്കാം. ലിഗാൻഡ് ഓർബിറ്റിൽ നിന്ന് മെറ്റലിൻ്റെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ടും പൈ ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൈ ബോണ്ടിനെ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. നമുക്ക് അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് അതിലേക്ക് കടക്കാം. ഈ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സുകളിലുള്ള പൈ ബോണ്ടുകളെ നമ്മൾ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പി പൈ, ഡി പൈ, ഡി പൈ, ഡി പൈ, ഡി പൈ പൈ സ്റ്റാർ, ഡി പൈ സിഗ്മ സ്റ്റാർ എന്നാണ്. ഇപ്പം ഞാൻ ഈ ബോക്സ് എടുത്തിരിക്കുന്നത് ഹ്യൂഹിയാണ്. ഹ്യൂഹി പേജ് നമ്പർ 453 ഞാൻ ഇവിടെ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കുന്നതാണ്. നിങ്ങളെടുത്ത് വായിക്കുമ്പോൾ ഹ്യൂഹി വായിക്കുമ്പോൾ ഒരു കാര്യം കൂടി എനിക്കൊരു ചെറിയ സജഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂഹി നല്ല ഏത് ഇനോർഗാനിക്കിൻ്റെ ബുക്ക് വായിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ അകത്തുള്ള വേർഡിങ്സ് ഇങ്ങനെ വായിച്ചു പോകും. നമ്മൾ അതിൻ്റെ അകത്തുള്ള ഗ്രാഫുകളോ ഇതേപോലുള്ള ബോക്സുകളോ ടേബിളുകളോ ഒന്നും നമ്മൾ നോക്കാറില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്തുള്ള ഗ്രാഫുകളെയും ടേബിളുകളെയാണ്. അത് ഇഗ്നോർ ചെയ്യരുത്. അതാണ് കൂടുതൽ സൂക്ഷിച്ച് പഠിക്കേണ്ടത്. അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം പി പൈ ഡി പൈ നോക്കാം. പി പൈ ഡി പൈ എന്ന് പറയുന്ന ബോണ്ട് ഉണ്ടാക്കുന്നത് ഇതിൽ മാത്രമാണ്. ഈ 4 ബോണ്ട് ഉണ്ട്. അതിൽ ഫസ്റ്റിലത്തേത് മാത്രമാണ് ലിഗാൻഡ് എന്ന മെറ്റലിലേക്ക് ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടാക്കുന്ന പൈ ബോണ്ട്. അപ്പം ഇതെന്തായാലും ലിഗാൻഡിൻ്റെ പി ഓർബിറ്റിൽ നിന്ന് മെറ്റലിൻ്റെ ഡി ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പി പൈ ഡി പൈ എന്ന് വിളിക്കുക. ലിഗാൻഡ്, അതായത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെറ്റലായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ലിഗാൻഡ് ഓൾറെഡി സിഗ്മ ബോണ്ടിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് കൊടുത്തിട്ടുണ്ടാവും. അതിന് പുറമെ പൈ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഇലക്ട്രോൺ കൊടുക്കണം. അങ്ങനെയുള്ള ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രോൺ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ലിഗാൻഡ് ആയിരിക്കും. ഓൾറെഡി 2 കൊടുത്തിട്ട് വീണ്ടും മെറ്റലിന് കൊടുക്കാൻ ഇലക്ട്രോൺ ഉള്ള ലിഗാൻഡ് ആയിരിക്കും. അതെവിടെ ഉണ്ടാവുക? പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. അതായത് ഓക്സിജൻ്റെ ഫാമിലിയോ ഹാലജൻസോ ആയിരിക്കും. അതായത് പീരിയോഡിക് ടേബിളിൽ 16ാമത്തെ ഗ്രൂപ്പോ 17ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ RO മൈനസ്, RS മൈനസ്, O2 മൈനസ് ഹാലജൻസ് ഒക്കെ എന്താണ്? ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒക്കെ ഞാൻ പറഞ്ഞതാണ്. 16ാമത്തെ ഗ്രൂപ്പോ 17ാമത്തെ ഗ്രൂപ്പോ ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? ഡി പൈ ഡി പൈ. ഇനി മുതൽ 3 എണ്ണം എന്താണ്? മെറ്റലിൻ്റെ ഓർബിറ്റിൽ നിന്ന് ലിഗാൻഡ് ഓർബിറ്റിലാണ്. മെറ്റലിൻ്റെ ഡി ഓർബിറ്റിൽ നിന്ന് ലിഗാൻഡിൻ്റെ ഡി ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ വരുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഡി ഓർബിറ്റൽസ് വാക്കൻ്റ് ആയിട്ടുള്ള ലിഗാൻഡ്സ് എവിടെ വരിക? നമുക്കറിയാം. ഫോസ്ഫറസിൻ്റെ, ആർസനിക്കിൻ്റെ, അതായത് 15ാമത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ 16ാമത്തെ ഗ്രൂപ്പാണ് വരിക. 15ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുക ഫോസ്ഫറസിൻ്റെ, അതായത് നൈട്രജൻ്റെ ഗ്രൂപ്പിലാണ് വരിക. നൈട്രജൻ്റെ ഡി ഓർബിറ്റിലുള്ള, പക്ഷേ നൈട്രജൻ്റെ താഴെ വരുന്ന ഫോസ്ഫറസ്, ആർസനിക് ഒക്കെയാണ് ആ കാറ്റഗറിയിൽ വരിക. അത് ഓർത്തിരിക്കുക. ഈ എക്സാമ്പിളാണ് പ്രധാനപ്പെട്ടത്. ഇനി 3ാമത്തെ ഡി പൈ പൈ സ്റ്റാർ ആണ്. അതായത് മെറ്റലിൻ്റെ ഡി ഓർബിറ്റിൽ നിന്ന് ലിഗാൻഡിൻ്റെ
പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ ലൂമോ ആയിട്ടുള്ള ലിഗാൻസ് ആണ് ഇതിനകത്ത് വരേണ്ടത്. അങ്ങനെയുള്ള ലിഗാൻസ് വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഏതാണ് വരിക? സ്പെക്ട്രോ കെമിക്കൽ സീരീസിലെ ഏറ്റവും സ്ട്രോങ് ലിഗാൻസ് അങ്ങനെയുള്ള ലിഗാൻസ് ആയിരിക്കും. പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ വേക്കൻ്റ് ആയിട്ടുള്ള ലിഗാൻസ് ആണ് ഏറ്റവും സ്ട്രോങ് ലിഗാൻസ് ആയിട്ട് വരിക. അപ്പോൾ സ്പെക്ട്രോ കെമിക്കൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള CO, CN, NO ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ നൈട്രജൻ്റെ കുറച്ച് ലിഗാൻസ് വരുന്നുണ്ട്. നൈട്രജൻ ആരോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്പീഷീസും ഇതിന് എക്സാമ്പിളായിട്ട് വരും. റെഡിയാണല്ലോ. ഇനി അടുത്തത് ഡി പൈ സിഗ്മ സ്റ്റാർ ആണ്. മെറ്റലിൻ്റെ ഡി ഓർബിറ്റിൽ നിന്ന് ലിഗാൻഡിൻ്റെ സിഗ്മ സ്റ്റാർ ഓർബിറ്റിലേക്ക് വരണം. ഇപ്പോൾ സിഗ്മ സ്റ്റാർ ഓർബിറ്റിൽ ലൂമോ ആയിട്ടുള്ള സ്പീഷീസ് ആണ് വരുന്നത്. അത് ഹൈഡ്രജൻ R3P ആൽക്കൈൻ സിസ്റ്റംസ് ആണ് ഇത് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതാണ് പൈ ബോണ്ടിങ് ഇൻ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സസ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സിഗ്മ ബോണ്ടിങ് ഇൻ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസ് ആണ്. ഇപ്പോൾ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസ് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ലിഗാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഏത് ഓർബിറ്റലായാലും അത് അലോങ് ദി ആക്സിസിലാണ് എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്കറിയാം എന്താണ് ടെട്രാഹൈഡ്രൽ മോളിക്യൂൾസിൻ്റെ കേസിൽ എന്താണ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ആക്സിസ് ആണ്. അപ്പോൾ ഇൻ്റർ മോളിക്കുലർ ആക്സിസ് വരിക എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. അതായത് DX2 Y2 എന്ത് ചെയ്യാൻ പറ്റില്ല, ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നോൺ ബോണ്ടിങ് ആവും. X2 Y2 DZ2 നോൺ ബോണ്ടിങ് ആവും. DXY DXZ DYZ സിസ്റ്റത്തിനെയാണ് ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ടെട്രാഹൈഡ്രൽ ഒക്ടാഹൈഡ്രൽ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഉണ്ടാവുക. ഇത് ലിഗാൻഡിൻ്റെ ഓർബിറ്റിലാണ്, ഇത് മെറ്റലിൻ്റെ ഓർബിറ്റിലാണ്. ഓക്കെ, അപ്പം ഇവിടെ ഈ നമുക്കറിയാലോ ടെട്രാഹൈഡ്രൽ മോളിക്യൂൾ നമ്മൾ G എഴുതൂല, ഒക്ടാഹൈഡ്രലിലെ G എഴുതും. അപ്പോൾ ഇവിടെ A1 T2 E T2 സ്റ്റാർ A1 സ്റ്റാർ T2 സ്റ്റാർ മാത്രമേ ഉണ്ടാവുള്ളൂ, G ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർബിറ്റൽ മീൻസ് എനർജി ലെവൽ ഡയഗ്രാം വരുന്നത്. ഏറ്റവും കുറവുള്ളത് A1 ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെട്രാഹൈഡ്രൽ മോളിക്യൂളായിട്ട് NiCl 4 times 2- എടുക്കാം. NiCl 4 times 2- എന്ന് പറയുമ്പോൾ എത്രയാണ്? ലിഗാൻഡ് 4 ലിഗാൻഡ് കൂടി 8 കൊടുക്കും. 8 എണ്ണം നിക്കലിൻ്റെ കയ്യിലും 16 ഇലക്ട്രോൺസ് ഇടണം നമ്മൾ. അപ്പോൾ 16 ഇലക്ട്രോൺസ് ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇടും. അപ്പോൾ 8, 9, 10, 11, 12 ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ എനർജി Eയുടെയും T2 സ്റ്റാറിൻ്റെയും എനർജി ഡിഫറൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെൽറ്റ എന്ന് വിളിക്കുക. ഈ എനർജി ഗ്യാപ്പാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് ടെട്രാഹൈഡ്രൽ മോളിക്യൂളിൻ്റെ നമ്മുടെ എനർജി ലെവൽ ഡയഗ്രാം വരുന്നത്. ഓക്കെ, സിഗ്മ ബോണ്ടിങ് ടെട്രാഹൈഡ്രൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിഗാൻഡ് ഫീൽഡ് തിയറി പറയാൻ വേണ്ടിയിട്ട്. ഈ പിക്ചേഴ്സാണ് ടെട്രാഹൈഡ്രലിൻ്റെതും ഒക്ടാഹൈഡ്രലിൻ്റെതും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ഇടണം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ എനർജി ഓർഡറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. A1 T2 E T2 സ്റ്റാർ A1 സ്റ്റാർ T2 സ്റ്റാർ എന്നുള്ള ഈ ഓർഡറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം ടെട്രാഹൈഡ്രൽ മോളിക്യൂളിൽ ഈ എനർജി ഗ്യാപ്പ് എപ്പോഴും കുറവായിരിക്കും. ഇവിടെ ഫില്ലായതിനു ശേഷം ഇവിടെ പോയതിന് ശേഷമേ ഇവിടെ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇട്ടതിന് ശേഷം മുകളിൽ ഇട്ടതിന് ശേഷമേ താഴെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ലിഗാൻഡ് ഫീൽഡ് തിയറി. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാൻ പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ.